കൊല്ലത്ത് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മുകേഷിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു. മുകേഷിന്റെ കോലം കത്തിച്ചു. പശ്ചാത്തലത്തിലും സർക്കാർ മുകേഷിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. റോഷിപാലിന്റെ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉണ്ട്. മുകേഷിനെതിരെ ഒന്നിലധികം നടിമാർ ഇപ്പോൾ ലൈംഗിക ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട്? മന്ത്രിയോട് നേരിട്ട് ഇക്കാര്യത്തിലൊരു നിലപാട് തേടിയിരുന്നു റോഷി? സ്മൃതി, ഇപ്പോഴും ഈ കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കുന്നില്ല. മന്ത്രി ഇക്കാര്യത്തിലൊന്നും വളരെ വിശദമായൊരു പ്രതികരണത്തിന് തയ്യാറുമല്ല. ഒന്ന്, മുകേഷിനെതിരെ ആദ്യഘട്ടത്തിൽ ഒരു ആരോപണമായിരുന്നു. ആ സമയത്ത് മുകേഷ് പുതിയ ന്യായവാദങ്ങളുമായി രംഗത്തെത്തി. ഇപ്പോൾ രണ്ടാമത്തെ ആരോപണമാണ് മുകേഷിനെതിരെ ഉയരുന്നത്. നേരത്തെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചപ്പോൾ സർക്കാർ ഈ നയരൂപീകരണത്തിനായി ഉണ്ടാക്കിയ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയാണ്. ആ സമിതിയിലാണ് ജനപ്രതിനിധി കൂടിയായ മുകേഷ് അംഗമായിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉയരുമ്പോഴും ആ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ മുകേഷ് സ്വയം ഒഴിയാനോ സന്നദ്ധത കാണിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇതിൽ പ്രതിപക്ഷം അത് ആയുധമാക്കി ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇനി ഒഴിവാക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ സ്വയം രാജിവെച്ചൊഴിയാനുള്ള നിർദ്ദേശം നൽകാൻ സാധ്യത. കാരണം രഞ്ജിത്തിനെതിരെ ആരോപണമുയർന്നപ്പോൾ ആദ്യഘട്ടത്തിൽ മന്ത്രി സംരക്ഷണം ഒരുക്കുകയായിരുന്നു. സർക്കാരും സമാനമായ നിലപാട് സ്വീകരിച്ചു. പിന്നീട് അത് വലിയ പൊതുസമൂഹത്തിൽ നിന്ന് വലിയ എതിർപ്പ് ഉയരുകയും പ്രതിപക്ഷം ആയുധമാക്കി പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ തന്നെ നേരിട്ട് രാജിവെക്കാൻ രഞ്ജിത്തിന് നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് സമാനമായ സാഹചര്യം മുകേഷിന്റെ കാര്യത്തിലും വരാൻ സാധ്യതയുണ്ട്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്.